യജമാനാണ്, സ്വാമിയാണ്. അവൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് വസ്ത്രം പിടിച്ചു വലിച്ചു മേടിക്കൂ എന്നാണ് ദുശാസന്റെ അടുത്ത് പറഞ്ഞത്. അതേ കർണൻ ഇപ്പോൾ അഭിനന്ദിക്കുന്നു. ആരെ? ദ്രൗപദിയെ. യാനശ്രുതാ മനുഷ്യേഷു സ്ത്രിയോ രൂപേണ സമ്മതാഃ താസാം ഏതാദൃശം കർമ്മ ന കസ്യാശ്ചന്ന ശുശ്രുമാ. യാനശ്രുതാ മനുഷ്യേഷു സ്ത്രിയോ രൂപേണ സമ്മതാഃ താസാം ഏതാദൃശം കർമ്മ ന കസ്യാശ്ചന്ന ശുശ്രുമാ. ഇതുപോലെ ഒരു നിലപാട്, ഇതുപോലെ ഒരു ചിന്താഗതി, ഇത്ര മഹത്തായ മികച്ച ഒരു സൗശീല്യം സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. പല ആൾക്കാരും അഴകുള്ളവരുണ്ട്. അഴകുള്ളവരെന്ത് ചെയ്യും? ആ അഴകിൻ്റെ പേരിൽ എന്തും തട്ടിയെടുക്കാനും ചോദിക്കാനും മേടിക്കാനും നോക്കും. പലരും അഴകുള്ള സ്ത്രീകളുടെ ദാസന്മാരാണ് ഭർത്താക്കന്മാർ, രാജാക്കന്മാരടക്കം. ദശരഥനും ഉണ്ടായിരുന്നു കയ്യയുടെ മുമ്പിൽ ഒരു ദാസ്യം. ഇവിടെ ഈ സ്ത്രീ പറയുന്നത് അങ്ങനെയല്ലല്ലോ. താസാം ഏതാദൃശം കർമ്മ. ഇപ്പം ഈ ദ്രൗപദി ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഇതേമാതിരി ഒരു മറുപടി ഒരിക്കലും ഒരിടത്തും ഇതേവരെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. അത്ര വിശേഷപ്പെട്ട ഒരു മറുപടിയായി. യാനശ്രുതാ മനുഷ്യേഷു സ്ത്രിയോ രൂപേണ സമ്മതാഃ താസാം ഏതാദൃശം കർമ്മ ന കസ്യാശ്ചന ശുശ്രുമാ. പ്രേക്ഷകരെ, നിങ്ങൾക്കൊക്കെ സമാധാനമാവുന്നുണ്ടോ? ഇത്ര നേരം നമ്മൾ ചിത്രീകരിച്ചത് ആ ദ്രൗപദി അനുഭവിച്ച ആ എന്താ പറയുക, ആ ദാരുണ ദൃശ്യമാണ്. ഇപ്പോഴോ ദ്രൗപദിക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ അത് ആരുടെ അടുത്തുനിന്ന്? ആദ്യം ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തുനിന്ന് കിട്ടി. ഇപ്പോൾ കർണനാണ് അഭിനന്ദിക്കുന്നത്. ദ്രൗപദിക്ക് ഈ കർണൻ്റെ വാക്കുകൾ ഇഷ്ടമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കർണന് പറയാനുള്ളത് പറഞ്ഞു. അപ്ലവേംഭസിമഗ്രാനാം അപ്രതിഷ്ഠേ നിമജ്ജതാം പാഞ്ചാലി പാണ്ഡുപുത്രാണാം നൗരേഷ പാരഗാഭവത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്ലവേംഭസിമഗ്രാനാം അപ്രതിഷ്ഠേ നിമജ്ജതാം. വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും എല്ലാമായി ഇളകിമറിയുന്ന വെള്ളത്തിൽ, ജലാശയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു തുമ്പും തുരുമ്പും നമുക്ക് പിടിച്ചാൽ കിട്ടാനില്ല. അങ്ങനെ കഷ്ടപ്പെടുന്നതായ പാണ്ഡുപുത്രന്മാർക്ക് എന്തായിരുന്നു ആ പാണ്ഡുപുത്രന്മാർ? കയ്യൂക്കില്ലാതെയോ, ധനുർവിദ്യ അറിയാത്തത് കൊണ്ടോ, ചെങ്കൂറ്റമില്ലാത്തത് കൊണ്ടോ, വായിൽ നാവില്ലാത്തത് കൊണ്ടോ, ഒരു കുറവ് കൊണ്ടുമല്ല. സർവ്വ ആൾക്കാരും ദാസന്മാരായി ഒരു വാക്ക് പറയാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുക, കെട്ടപ്പെട്ട്. അങ്ങനെ ഗതിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പാഞ്ചാലി നൗരേഷ പാരഗാ അഭവത്. ഈ പാഞ്ചാലി ഒരൊറ്റ ഒരുത്തിയാണ് തോണിയായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അതല്ലെങ്കിൽ ഇവരൊക്കെ മുങ്ങിയത് തന്നെയാണ്. ഏതാണ്ട് മുങ്ങി മൂക്ക് വരെ ആയിക്കഴിഞ്ഞു. ആ മൂക്ക് വരെ ആകുമ്പോഴേക്കുമാണ് ഈ രക്ഷപ്പെടുത്തൽ ഉണ്ടായത്. ഈ പാഞ്ചാലി, അയ്യോ ആശ്ചര്യം, അഹോ അഹോ. കർണൻ പറയുകയാണ്, അപ്ലവേംഭസിമഗ്രാനാം അപ്രതിഷ്ഠേ നിമജ്ജതാം പാഞ്ചാലി പാണ്ഡുപുത്രാണാം നൗരേഷ പാരഗാഭവത്. സ്വാമിജി എന്താ ചിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാനിതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭീമസേനെ പറ്റി എപ്പോഴും ഒരു ആലോചനയുണ്ട്. പാവം, വണ്ണവും പൊണ്ണവും ധാരാളം തിന്നണ ആളാണല്ലോ. ഒരു വൈകാരികമാണ് ഭീമൻ്റെ മനസ്സ്. അപ്പം 2 ശപഥം ആ ഭീമൻ ചെയ്തു കഴിഞ്ഞു. അർജുനൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്താ 2 ശപഥം? ഒന്ന്, ദുശാസനൻ്റെ മാറ് തല്ലി പൊളിച്ച് അവിടുന്ന് പിളർന്നതിന് ശേഷം നിർഗളിക്കുന്ന രക്തം ഞാൻ സിംഹത്തെ പോലെ ഉറിഞ്ചു കുടിക്കുന്നതാണോ ഒന്ന്. രണ്ടാമത്തതോ, ദുര്യോധനൻ ഇടത്തെ തുട കാണിച്ചു കൊടുത്ത് ദ്രൗപദിയെ നോക്കി ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ തുട ഞാൻ ഗത കൊണ്ട് തല്ലി പൊളിക്കുന്നു. ആ സമയത്ത് എന്ത് വികാരഭൂയിഷ്ഠനായിരുന്നു ആര്? ഭീമസേനൻ. അപ്പം അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിയുണ്ട്. ഈ വാക്ക് കേട്ടപ്പോഴും ഭീമസേനന് സഹിച്ചില്ല അത്രേ. ഭീമസേനന് സഹിച്ചില്ല. എന്തു വാക്ക്? അപ്ലവേംഭസിമഗ്രാനാം അപ്രതിഷ്ഠേ നിമജ്ജതാം പാഞ്ചാലി പാണ്ഡുപുത്രാണാം നൗരേഷ പാരഗാ അഭവത്. കപ്പലിൽ സഞ്ചരിക്കുന്നവര് ആ കപ്പലിലിരുന്നു, കപ്പലടക്കം മുങ്ങി, ഒരു രക്ഷയില്ല. ആ സമയത്ത് എന്താ രക്ഷ? ഒന്നുമില്ല. ആ സമയത്ത് ഒരു തോണി അവിടെ കിട്ടിയാൽ അതിൽ രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചു എന്ന് വരും.
അതുപോലെ ഒരു തോണിയായി തീർന്നു. ഭീമസേനൻ അത് കേട്ടിട്ട് സഹിച്ചില്ലാത്രേ. എന്താ ഇവൻ പറയണേ? എന്താണോ താൻ പറയണേ? പാണ്ഡവന്മാർക്ക് സ്ത്രീയോ രക്ഷയ്ക്കെന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആർക്കും അഭിമാനം തട്ടിക്കളയാൻ പറ്റില്ല. പാണ്ഡവന്മാർക്ക് ഒരു സ്ത്രീ മൂലം വേണം ഞങ്ങൾക്ക് രക്ഷ കെട്ടാൻ. ഞങ്ങൾ ദാസന്മാരായിരുന്നോളാം. ആ ദാസ്യവൃത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം നേടും. നിങ്ങൾ ആരും വിചാരിക്കരുത് ഇപ്പം മിണ്ടാതെ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞ് ചൂത് കളിച്ചിട്ട് ഇങ്ങനെ കയ്യും കാലും ഇല്ലാതെ കെട്ടിയിട്ടു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞങ്ങൾ എവിടെ ചെന്നാലും സ്വാമിമാരായേ ജീവിക്കുള്ളൂ, ഭൃത്യന്മാരായി ജീവിക്കില്ല. അത് വരാൻ പോകുന്ന രംഗം കാണിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ പാഞ്ചാലി വന്ന് ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കുവയ്യ എന്ന് പറഞ്ഞു അത്രേ. അപ്പം അർജുനൻ, ജ്യേഷ്ഠ മിണ്ടരുത്, ഈ സന്ദർഭത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുക, മിണ്ടാണ്ടിരിക്കൂ എന്ന് പറഞ്ഞു. അതിന് കാരണം പറയുക. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നതിനും തൊട്ട് കാരണം പറയും. എങ്ങനെയാ സമാധാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നചൈവോക്ത നചാനുക്ത ഹീനത പരുഷാഗിരഃ ഭാരത പ്രതിജൽപന്തി സദാതു ഉത്തമപൂരുഷാഃ. എങ്ങനെയാ ഈ സമാധാനിപ്പിക്കുക? കർണന്റെ വാക്ക് കേട്ടപ്പോൾ പ്രകോപനമാണ് ഉണ്ടായത്. ആ പ്രകോപനം ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലേ മനസ്സടങ്ങുള്ളൂ. അപ്പം മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഒരു ശക്തിയുള്ളൂ നമ്മുടെ കയ്യിൽ, ബുദ്ധി. ആ ബുദ്ധിയുടെ കയ്യിലുള്ളത് എന്താ പ്രയോഗം? അതിൻ്റെ വെപ്പൺ, മാധ്യമം എന്താ, ആയുധം എന്ന് ചോദിച്ചാൽ യുക്തി. അപ്പം പറഞ്ഞു കൊടുക്കാൻ, ന ചൈവോക്ത ന ചാനുക്ത ഹീനതഃ പരുഷാഗിരഃ. ഹീനന്മാര് വായ കൊണ്ട് പറഞ്ഞോ പറയാതെ ആംഗ്യം കൊണ്ട് കാണിച്ചോ മറ്റു പ്രകാരത്തിൽ സൂചിപ്പിച്ചോ അവരുടെ വാക്കുകൾക്ക് ഒരിക്കലും നല്ല മനുഷ്യർ മറുപടി പറയാറില്ല. ഭാരത പ്രതിജൽപന്തി സദാതു ഉത്തമപൂരുഷാഃ. നമ്മൾ ദുര്യോധനാദികളെ പോലെയല്ലല്ലോ. ദുര്യോധൻ്റെ പിന്നാലെ നടക്കുന്ന പട്ടി പോലെ പിന്നാലെ നടക്കുന്ന കർണനെ പോലെയല്ലല്ലോ നമ്മൾ. അപ്പം ഈ കർണൻ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ ഒരിക്കലും അർത്ഥം കൽപ്പിച്ച് മറുപടി പറയരുത് ജ്യേഷ്ഠ. ദേ ഡോണ്ട് ഡിസേർവ് ടു ബി ആൻസേർഡ് ഓർ മെറ്റ്. അവർക്ക് മറുപടി പറയേണ്ട ഒരാവശ്യവുമില്ല. ഓരോരുത്തർക്കും ഓരോ തർക്കുത്തരങ്ങളുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ദ്രൗപദിയാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ ധർമ്മപത്നിയെ വിവരിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ശാസ്ത്രങ്ങൾ കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേച ലക്ഷ്മി ക്ഷമയാ ധരിത്രി സ്നേഹേപി മാതാ ശയനേച വേശ്യ ഷഡ്കർമ്മധാരി കുലധർമ്മപത്നി എന്നൊരു ആപ്തവാക്യമുണ്ട്. അപ്പോൾ ഒരു ധർമ്മപത്നി എന്നുള്ള നിലയ്ക്ക് ഭർത്താക്കന്മാർക്ക് വിഷമം വന്നാൽ അത് ഏറ്റവും അധികം മനസ്സ് നോവുന്നത് ഭാര്യമാർക്കാണ്. അച്ഛനമ്മ അവരുണ്ടാവാം. കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം തുടങ്ങി ദമ്പതികൾ സ്നേഹഭൂയിഷ്ടമായി ജീവിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് ആദ്യത്തെ സ്ഥാനം കൊടുക്കുന്നത് അച്ഛനും അമ്മയല്ല, അവർക്ക് വേറെയും മക്കളുണ്ടായി എന്ന് വരാം. പക്ഷേ കെട്ടിയ ഭാര്യയ്ക്കുണ്ടല്ലോ ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്ന ആ വൈകാരികത മറ്റാർക്കും തോന്നില്ല. അപ്പം അവർക്ക് എല്ലാ സമയത്തും എന്തും ചെയ്യാനുള്ള ഒരവകാശമുണ്ട് അവർക്ക്. ആ അവകാശമാണ് ഭർത്താക്കന്മാരോട് ചോദിക്കാതെ എടുത്തു പറ്റിയത്. ഒറ്റ കാര്യം മാത്രമേ ഇവിടെ നടന്നുള്ളൂ. എന്ത്? ഈ പ്രതിഗാമി പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യുധിഷ്ഠിരൻ ഒരു സന്ദേശം അയച്ചു. എന്താ സന്ദേശം? ഒറ്റ വസ്ത്രത്തോടു കൂടി വാ, എന്നിട്ട് മുതിർന്നവരിയ്ക്കുന്നതിൻ്റെ അടുത്ത് ചെന്നിരിക്കൂ, അവരെല്ലാവരും കാണട്ടെ ഇവിടെ എന്ത് നടക്കാൻ പോണൂന്ന്. ആ ഒരു വാക്ക്, ഒരു നിർദ്ദേശവും ദ്രൗപദിക്ക് കിട്ടി. അതവരനുസരിക്കുകയും ചെയ്തു. അപ്പോൾ യുധിഷ്ഠിരൻ അവിടെ ബുദ്ധിപൂർവമാണ് പറഞ്ഞത്, ഒരു വസ്ത്രം ഉടുത്തി വാ, അപ്പോഴേ ഇവരുടെ ആ ആക്രമണത്തിനും കാഠിന്യത്തിനും മൂർച്ച കൂടുള്ളൂ. അത് ബാക്കിയുള്ള സദസ്സ് മുഴുവനും കാണട്ടെ, കണ്ട ജനങ്ങൾ മനസ്സിലാക്കട്ടെ. നമ്മൾ ഒരു കാലത്ത് കുറേ കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സഹോദരന്മാരോട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരാം. അപ്പം എന്തായാലും സഹോദരന്മാരല്ലേ, അവരെ പൊറുക്കാമായിരുന്നില്ലേ, യുദ്ധം വേണ്ടാന്ന് വയ്ക്കാമായിരുന്നല്ലോ എന്ന് പലതരത്തിലുള്ള അഭിപ്രായം പറയും. അതൊക്കെ കാണണമെങ്കിൽ ഇവിടെ നടക്കുന്ന ദൃശ്യം പരസ്യമായിട്ട് തന്നെ എല്ലാവരും കാണണം. രഹസ്യമായ ഒരു ആക്രമണം നടത്തിയാൽ അത് ആരും അറിയില്ല. ഇവിടെ ഇപ്പോൾ ആർക്കും ഇത് മൂടി വയ്ക്കാൻ പറ്റില്ല. അവിടെ ചൂത് കളിച്ചതും അതിൽ തോറ്റതും ദാസ്യം വരിച്ചതും ദ്രൗപദി അത് നിഷേധിച്ചതും പിടിച്ചു വലിച്ചതും തലയിൽ വസ്ത്രം പിടിച്ചു വലിച്ചതും ദ്രൗപദി പിടിച്ചു നിന്നതും അവസാനം പല അക്രമങ്ങളും അവിടെ ഒന്നിനൊന്ന് നടന്നു പിന്നാലെ. ആ നടന്നത് മുഴുവൻ എല്ലാവരും കണ്ടു കഴിഞ്ഞു.
ഇനി ദുര്യോധനും കൂട്ടരും ഏത് തരക്കാരാണ് എന്നുള്ളതിൽ ലോകത്തിൽ ഒരാൾക്കും ഭിന്നാഭിപ്രായം ഉണ്ടാവില്ല. അതൊക്കെ കണക്കാക്കിയിട്ടാണ് അതിൻ്റെ മറുപടി ആ അടുത്തിരുന്നോളൂ, ഒരു വസ്ത്രത്തോടു കൂടി വരൂ എന്ന് പറഞ്ഞതിന് തക്ക ഒരു മറുപടിയും ഒരു പരിഹാരവുമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ന ചൈവോക്ത ന ചാനുക്ത ഹീനതഃ പരുഷാ ഗിരഃ ഭാരത പ്രതിജൽപ്പന്തി സദാതു ഉത്തമ പൂരുഷാഃ. അപ്പം ഹീനന്മാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിന് രണ്ടിനും മറുപടി പറയേണ്ട ആവശ്യമില്ല ഉത്തമ പുരുഷന്മാർക്ക്. അപ്പം കർണൻ ഇതല്ല, ഇതിലേറെ സംസാരിച്ചോട്ടെ ചേട്ടാ, നമ്മൾ അതിനൊന്നും മറുപടി പറയാൻ പോകരുത്. ആ രംഗം അവസാനിച്ചു. എന്താ അവസാനിച്ചത്? പാണ്ഡവന്മാർ 5 പേരും സ്വതന്ത്രരായി. ദ്രൗപദിയെ അഭിനന്ദിച്ചു. കർണൻ പറഞ്ഞിട്ടുള്ളതും സ്തുതിയാ വാസ്തവത്തിൽ. ഭീമസേനന് അതിൽ അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം ഇരിക്കട്ടെ. അപ്പം അവരുടെ കയ്യിൽ നിന്നും പൂർണ്ണ സമ്മതം കിട്ടി ദ്രൗപദിക്ക്. ഇതൊന്നുമില്ലെങ്കിൽ കർണൻ സമ്മതിക്കാൻ പോകുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്തുതിവാക്ക് പറയുമോ? ഒരു സമ്മതപത്രം നൽകുമോ? നൽകിയില്ല. അപ്പം ഇനി യുധിഷ്ഠിരൻ എന്ത് വേണം? ഇപ്പോൾ സ്വതന്ത്രന്മാരായല്ലോ എല്ലാവരും. ഇനിയിപ്പോൾ അവർക്ക് എന്താ? അവർക്ക് അവിടുന്ന് പോകണം. അവരവിടെ ഇരിക്കാൻ വന്നവരല്ല, കളിക്കാനുള്ള ക്ഷണം മേടിച്ച് ചൂത് കളിക്കാൻ വന്നവരാണ്. അതിൻ്റെ ഇടയിലാണ് ഈ കോലാഹലം മുഴുവനും. ഇനി അവർക്ക് മടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയേ വേണ്ടു. യുധിഷ്ഠിരൻ അവിടെ ചെന്ന് നിന്നു അത്രേ. എന്നിട്ട് മഹാരാജാവിനോട് പറയുകയാണ്, രാജൻ കിം കരവാമസ്തേ പ്രസാദ്യസ്മാൻ ത്വം ഈശ്വരഃ നിത്യം ഹി സ്ഥാതുമിച്ഛാമഃ തവ ഭാരത ശാസനേ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ധർമ്മിഷ്ഠരുടെ മനസ്സിനെ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാം കലഹം പലതും. അപൂർവമായി വേദവ്യാസൻ്റെ പൗത്രന്മാർ തമ്മിൽ നടന്ന മാതിരിയുള്ള സംഘട്ടനവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായി എന്ന് വരാം. ഉണ്ടാവണം എന്നല്ല പറയുന്നത്. അങ്ങനെ എന്ത് വന്നാലും നല്ല മനുഷ്യരുടെ മാർഗം എന്താ, നല്ല ജീവിതത്തിൻ്റെ രൂപരേഖ എന്താ, അത് കാണിച്ചു തരികയാണ് ഇവിടെ. അപ്പോൾ രാജൻ കിം കരവാമസ്തേ പ്രസാദ്യസ്മാൻ ത്വം ഈശ്വരഃ നിത്യം ഹി സ്ഥാതുമിച്ഛാമഃ തവ ഭാരതശാസനേ. ഞങ്ങളുടെ അച്ഛനോ മരിച്ചുപോയി കഴിഞ്ഞു, ഞങ്ങളുടെ കൂടെ ആരുമില്ല. ഇനി വല്യച്ഛനായ അങ്ങ് മാത്രമേ കൂടെയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് എല്ലാ സമയത്തും ഉറ്റുനോക്കാനുള്ളത് വല്യച്ഛനായ അങ്ങയുടെ അടുത്താണ്. വേറെ ആരുമില്ല ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങൾക്ക് അനുസരിക്കാനും. അതുകൊണ്ട് ഞങ്ങളോട് പറയണം, രാജൻ കിം കരവാമസ്തേ പ്രസാദ്യസ്മാൻ ത്വം ഈശ്വരഃ. ഞങ്ങളുടെ എല്ലാവരുടെയും രാജാവാണ്, ഈശ്വര സമനാണ് അങ്ങ്. അതുകൊണ്ട് ഞങ്ങളെ ശാസിക്കൂ, ഇന്നത് വേണം എന്ന് പറയൂ. രാജൻ കിം കരവാമസ്തേ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഇതേ യുധിഷ്ഠിരനാണ് വായ പൊത്തി ഉത്തരീയം കൊടുത്ത് മിണ്ടാതെ ഇരുന്നത്. ദുര്യോധനൻ്റെ ചോദ്യത്തിനോ ഭീഷ്മരുടെ ചോദ്യത്തിനോ ഒന്നിനും മറുപടി പറയാതെ മിണ്ടാതെ ഇരുന്ന യുധിഷ്ഠിരൻ ഇപ്പം ഇതാ ഭംഗിയായി സംസാരിക്കുന്നു ധൃതരാഷ്ട്രൻ്റെ മുൻപിൽ. ഇതേവരെ കഴിഞ്ഞ സംഭവം എന്താ? പരമ്പരകൾ എന്താ? ഇപ്പം നടക്കുന്നത് എന്താ? ആ വൈരുദ്ധ്യം ഒന്ന് നിങ്ങൾ നോക്കൂ. ഇതുവരെ മിണ്ടാതെ ഇരുന്ന് ഉള്ള യാതനകൾ മുഴുവൻ അനുഭവിച്ച യുധിഷ്ഠിര മഹാരാജാവ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും തലപ്പത്തിരിക്കുന്ന രാജാവിനോട് പറയാണ്, കിം കരവാമഹ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആജ്ഞ അനുജ്ഞ തരൂ. നിത്യം ഹി സ്ഥാതുമിച്ഛാമഹ തവ ഭാരതശാസനേ, അങ്ങയുടെ ശാസനത്തിൽ എന്നും നിരന്തരം കഴിഞ്ഞുകൂടാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. അവിടുന്ന് പോകുന്നതിന് മുൻപ് ധൃതരാഷ്ട്ര മഹാരാജാവോട് ചെന്ന് അനുജ്ഞ വാങ്ങുകയല്ല, ആജ്ഞ ചോദിക്കുക, എന്താ വേണ്ടതെന്ന്. ധൃതരാഷ്ട്രൻ എന്ത് പറഞ്ഞു എന്നറിയോ? അജാതശത്രോ ഭദ്രം തേ അരിഷ്ടം സ്വസ്തി ഗച്ഛത അനുജ്ഞാതാഃ സഹധനാഃ സ്വരാജ്യം അനുശാസത യതോ ബുദ്ധിസ്തദശാന്തിഃ പ്രശമം ഗച്ഛ ഭാരത. അജാതശത്രോ ഭദ്രം തേ അരിഷ്ടം സ്വസ്തി ഗച്ഛത. ഇതുപോലെ ഒരു അനുഗ്രഹവാക്ക് ദുര്യോധനാദികൾക്ക് ധൃതരാഷ്ട്രൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. തീർച്ചയായിട്ടും സംശയ. അജാതശത്രോ, അജാതശത്രുവാണ് നീ. യുധിഷ്ഠിരൻ അജാതശത്രുവാണ്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഒരാളും ശത്രുവില്ല. ദുര്യോധൻ കളിക്കാൻ വിളിച്ചപ്പോൾ എന്തു പറഞ്ഞു? വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴോ എനിക്ക് പകരം അമ്മാമൻ ശകുനിയാ കളിക്കുക, ഒരാൾക്ക് പകരം വേറൊരാൾ കളിക്കുന്നത് ശരിയല്ല, എന്നാലും ദുര്യോധന ഞാൻ സമ്മതിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം ആരാണ് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ശത്രു? ഒരാളുമില്ല. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളിലും നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശത്രുതയില്ലാന്ന്. അജാതശത്രോ ഭദ്രം തേ, നിനക്കെല്ലാം ഭദ്രമായി മംഗളകരമായിരിക്കട്ടെ.
അരിഷ്ടം സ്വസ്തി ഗച്ഛത. ദേഹത്തിന് ആരോഗ്യം വേണം, മനസ്സിന് സ്വാസ്ഥ്യവും സന്തോഷവും വേണം, ബുദ്ധി തെളിഞ്ഞ് കാണണം. ഇങ്ങനെ ദേഹസമ്പത്തും മനസ്സമ്പത്തും ബുദ്ധിസമ്പത്തും ഐശ്വര്യവും എല്ലാമായി നല്ലപോലെ പൊക്കോളൂ, ജീവിക്കൂ. അനുജ്ഞാതാഹ സഹധനാഹ സ്വരാജ്യം അനുശാസത. നിങ്ങൾക്ക് രാജ്യം പങ്കുവച്ച് തന്നിട്ടുണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിലില്ലേ? ആ രാജ്യത്തോടു കൂടി എൻ്റെ അനുജ്ഞ വാങ്ങി സഹധനാഹ സ്വരാജ്യമനുശാസത. നല്ല ധനത്തോടും പുഷ്ടിയോടും സമ്പത്തോടും കൂടി നീ ഉണ്ടാക്കിയിട്ടുള്ള സഭാഗൃഹം, മകൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് കണ്ടിട്ടാണല്ലോ എൻ്റെ മകന് ഇത്രയധികം കുശുമ്പും കുരുഷ്ടമുണ്ടായത്, സഹിക്കുവയ്യാത്തത്. അപ്പോൾ ഐശ്വര്യ സമൃദ്ധിയുണ്ട്, സമ്പദ് സമൃദ്ധിയുണ്ട്, സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണ്, ധർമ്മം നിങ്ങളെ തുണയ്ക്കും. അങ്ങനെ സന്തോഷമായിട്ടിരിക്കൂ. ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, യഥോ ബുദ്ധിസ്തദശാന്തി പ്രശമം ഗച്ഛ ഭാരത. നിങ്ങളുടെ ബുദ്ധി ഒരിക്കലും ക്ഷീണിതമാവരുത്. യഥോ ബുദ്ധി തതശാന്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യഥോ ബുദ്ധി തതഃ ശാന്തി. എവിടെ ബുദ്ധിയുണ്ടോ അവിടെ ശാന്തിയുണ്ട്. ഇവിടെ ആശ്രമത്തിൽ വരുന്നവർ പലരും എന്നോട് പറയണത് എന്താ? മനസ്സ് മനസ്സ് സ്വാമിജി. ആ മനസ്സ് ആലപാഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അതിനെ പിടിച്ച് കെട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? ബുദ്ധി ഉപയോഗിക്കണം. നാളെ ആശ്രമത്തിൽ ഒരാൾ വന്നു, ഒരു സംഭവം നടന്നത് ശരിയായില്ലല്ലോ, ഞാൻ ഇത്ര പുണ്യവതിയാണ്, പുണ്യകർമ്മങ്ങൾ ചെയ്തു. അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ഏത് ദിവസമാണോ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്തത്, ആ ദിവസമാണ് നമ്മുടെ ഭർത്താവ് മരിച്ചത് എന്നാണ് പറയണേ. അപ്പം അവരുടെ വിചാരം എൻ്റെ പുണ്യകർമ്മമൊക്കെ നിഷ്ഫലമായോ, ഒരു പണിഷ്മെൻ്റ് അല്ലേ, ശിക്ഷയല്ലേ ആയത്. ഞാൻ പറയണു, ആ പുണ്യ ദിവസം തന്നെയല്ലേ ഭർത്താവ് പോകേണ്ടത്, അപ്പോഴല്ലേ മോക്ഷം കിട്ടുക. അതിലെന്താ തെറ്റുള്ളത്? ഒരു പൊട്ട ദിവസം മരിക്കണോ നല്ല ദിവസം മരിക്കണോ? ആ നല്ല ദിവസത്തിൽ ഏറ്റവും നല്ല ദിവസം ഏതാ? നമ്മളൊക്കെ പറയുന്നു ഉത്തരായനത്തിൽ മരണം വേണമെന്ന്. ഭീഷ്മൻ അവിടെ ശരശയ്യയിൽ 58 രാത്രിയാണ് കഴിച്ചു കൂട്ടിയത് ഉത്തരായനം പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പം നമ്മൾ ഏത് വ്രതം അനുഷ്ഠിച്ചോ, ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച, ശനിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച, അന്നേ ദിവസം ഒരു സംഭവം നടക്കുമ്പോൾ അതിന് ആ പുണ്യാനുഗ്രഹം ഉണ്ടാവുമപ്പാ. അതിന് നിങ്ങളെന്താ, എന്തിനാ അതങ്ങനെ ഉണ്ടായത്? സർവാർത്ഥാൻ വിപരീതാംശ. എല്ലാം വിപരീതമായി കാണുന്നത് എന്തിനാ? അപ്പോൾ യഥോ ബുദ്ധിസ്തദശാന്തി. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, ഓഹോ അങ്ങനെയാണോ സ്വാമിജി, ഇപ്പം എനിക്ക് സമാധാനമായി. അപ്പോൾ സമാധാനം വേണമെങ്കിൽ അവിടെ ബുദ്ധി വേണം. യഥോ ബുദ്ധിസ്തദശാന്തി. നിങ്ങൾക്ക് ആർക്ക് സമാധാനമില്ലയോ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ബുദ്ധി ഉണർന്നിട്ടില്ല. അത് വേണ്ടതുപോലെ മനസ്സിന് ദിശ നൽകുന്നില്ല. തത്വവിചാരം പോരാ, ധർമ്മവിചാരം പോരാ. നിങ്ങൾ ഭഗവത്ഗീത വായിക്കുന്നില്ല, മഹാഭാരതം വായിക്കുന്നില്ല, രാമായണം വായിക്കുന്നില്ല. രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഊർമിളയുടെയും ചരിതം നിങ്ങൾ ഓർമ്മ വയ്ക്കുന്നില്ല. അതാണ് സമാധാനമില്ലാത്തത്. ഒരു പനി പിടിച്ചു, 4 ദിവസം ആസ്പത്രിയിൽ പോയാൽ അയ്യോ അയ്യോ എന്തായ്യോ. 14 കൊല്ലാണ് രാമൻ കഴിച്ചു കൂട്ടിയത് കാട്ടിൽ. 12 കൊല്ലമാണ് പത്നി സമേതനായി പോയി ഇവർ കഴിച്ചു കൂട്ടിയത് പാണ്ഡവന്മാർ. അതിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് 4 ദിവസം ആസ്പത്രിയിൽ കിടന്നാൽ ഒക്കെ വീണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവർ പോയത് ആസ്പത്രിക്കല്ല, കഷ്ടപ്പെട്ട കല്ലും മുള്ളും ചവിട്ടി പകുതിപ്പട്ടിയും മുഴുപ്പട്ടിയായിട്ട് കഴിഞ്ഞുകൂടാൻ തപസ് ചെയ്യാനാണ് അവിടെ പോയത്. പോയിടത്തുണ്ടോ സ്വൈരം? അവിടെയില്ല സ്വൈരം. സ്വൈരം കിടത്താനേ ആൾക്കാരുള്ളൂ. എന്തിനാ നമ്മളിതൊക്കെ വായിക്കുന്നത്? നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാവാൻ, ആത്മബലമുണ്ടാവാൻ. മഹാഭാരതം വേണ്ടതുപോലെ വായിച്ച് അത് സ്വാംശീകരിച്ച ഒരു മനുഷ്യന് ഒരു ഹിമാലയം ഒരു എതിർപ്പല്ല, സപ്തസമുദ്രങ്ങളും അവർക്കൊരു പേടിയുള്ളതല്ല. ആകാശം എങ്ങനെ സ്വതന്ത്രമായി കഴിയുന്നുവോ അതുപോലെ സ്വച്ഛമായി, സ്വതന്ത്രമായി, സംതൃപ്തമായി കഴിയാൻ അവർക്ക് സാധിക്കും. അനുജ്ഞാതാഹ സഹധനാഹ സ്വരാജ്യമനുശാസത യഥോ ബുദ്ധിസ്തദശാന്തി പ്രശമം ഗച്ഛ ഭാരത. കണ്ടില്ലേ? ഇവിടെ പ്രത്യേകിച്ചും ധൃതരാഷ്ട്രൻ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. കളിച്ചിട്ടാണ് ചൂത് കളിച്ചത്, ഒക്കെ പണയം വെച്ചു, പന്തയം വെച്ചു, നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്ന് വാദിക്കുന്ന ദ്രൗപദി ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വാദിച്ച് ആ വാദത്തിൻ്റെ മുകളിലാണ് ഈ കോലാഹലം മുഴുവനും നടന്നത്. അപ്പോൾ ബുദ്ധിക്ക് എത്ര സ്ഥാനമുണ്ടെന്ന് ആലോചിച്ചോളൂ. ആ ബുദ്ധിയുള്ള ദ്രൗപദി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലാം ഭദ്രമാ, ഒരു കാലത്തും നാശം വരില്ല.
എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരികയാണ്. സ്ത്രീകൾക്ക് നമ്മുടെ സമാജത്തിൽ സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കാണ് ശരിയായ സ്ഥാനം. ഈ പുരുഷന്മാർ എവിടെയൊക്കെ ചെല്ലണോ അവിടെയൊക്കെ കുഴപ്പമാണ്. ഇപ്പം ന്യൂഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർക്കാണ് പിടിച്ചു നിർത്താൻ പറ്റണത്? എവിടെ നോക്കിയാലും സ്കാം സ്കാം സ്കാമേ ഉള്ളൂ. ഇതൊക്കെ കട്ടുമുടിക്കുന്നത് ആരാ? പുരുഷന്മാരാ. സ്ത്രീകൾ അത്ര ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? ജീവിതത്തിൻ്റെ ഭാരം അവർക്കാണ്, ചുമതല അവർക്കാണ്. കുട്ടികൾക്ക് അമ്മിഞ്ഞ കൊടുത്ത് വളർത്തുന്നത് അവരാ. അവരുടെ ഗർഭകോശത്തിൽ രൂപപ്പെട്ട പുരുഷ ശരീരം ഇവിടെയുള്ളൂ, സ്ത്രീ ശരീരവും. അപ്പം അവർക്ക് എന്തായാലും അതിൽ സ്പർശം കൂടും. ആ സ്പർശം കൂടിയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കൗസല്യ ആദ്യമായിട്ട് രാമൻ്റെ വാക്ക് കേട്ടപ്പോൾ കരഞ്ഞു, വിലപിച്ചു, കതറി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയാലും രാമ, നീ ഒരു സത്പുത്രനാണ്, നിന്റെ ധർമ്മചിന്തയ്ക്ക് മുൻപിൽ ഞാൻ പ്രണമിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു. അങ്ങനെ പോവാൻ പുറപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ കൂടെ പുറപ്പെട്ടു. അമ്മയുടെ അടുത്ത് പോയി യാത്ര വാങ്ങി. അപ്പം അനുവാദം മേടിക്കാനായി ചെന്നപ്പോൾ അമ്മ ഒരൊറ്റ വാക്ക് പറഞ്ഞില്ല, ഒരു ഉപദേശം കൊടുത്തേ ഉള്ളൂ. 24,000 ശ്ലോകമാണല്ലോ രാമായണത്തിൽ വാൽമീകി രചിച്ചതിൽ. ആ രാമായണത്തിലെ പദഭംഗി, സൗന്ദര്യം, ആ കാവ്യത്തിൻ്റെ ആ സൗഷ്ഠവമുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ടതാണ്. ഏത് ശ്ലോകം മേലെ മേലെ എന്ന് തോന്നും. സ്വതവേ രാമായണത്തിനെ പറ്റി പറയാറുള്ളത് കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിയെ ഒരു കോകിലത്തോടു കൂടി ഉപമിക്കുക. കാവ്യം കവിത എന്ന് പറയുന്ന ശാഖയുടെ മുകളിൽ കയറിയിരുന്ന് രാമരാമാന്നിങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയാണത്രേ. രാമായണം മുഴുവനും അത്ര മധുരമാണ്. ഏതാണ് മേലെ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ 24,000-ൽ ഏതെങ്കിലും ഒരു നല്ലതൊന്നെന്ന് പറയാനുണ്ടാവുമല്ലോ. അപ്പം അതിനെപ്പറ്റി പറയണത് എന്തിനാ ഞാനിത് പറഞ്ഞത്? കൗസല്യ കരഞ്ഞു. ലക്ഷ്മണൻ പോകുന്ന സമയത്ത് ലക്ഷ്മണനും പോവുകയാണല്ലോ. നീ പോണൂല്ലോ എന്ന് പറഞ്ഞ് സുമിത്ര കരഞ്ഞില്ല. ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ പത്നിയും കൂടി പുറപ്പെടുന്നു. അവരുടെ കൂടെ ഞാൻ കാവൽക്കാരനായിട്ട് പോവുകയാണ്. അമ്മേ, എനിക്ക് അനുജ്ഞ തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രകാരഭേദം ഉണ്ടായില്ല സുമിത്രയിൽ. എന്നിട്ട് അവർ പറഞ്ഞ ഒരു ശ്ലോകം, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത് യഥാസുഖം. ഈ ഒരു ശ്ലോകത്തിന് 10 അർത്ഥാണെന്നാണ് പറയണേ. അത്ര വിശേഷപ്പെട്ട ശ്ലോകമാണത്രേ. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ വിക്രമാദിത്യൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ അഭ്യസ്തവിദ്യനായിരുന്നു. നല്ല പഠിപ്പും നല്ല അറിവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിക്കാൻ വേണ്ടി നവരത്നങ്ങൾ എന്ന് പറയും 9 കവികളാണ് അവിടെ ഉള്ളത്. ഈ കവികൾ എന്ന് പറഞ്ഞാൽ അവർ വലിയ ബുദ്ധിശാലികളാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, സാധാരണ ദൃശ്യങ്ങൾ അതൊക്കെ കണ്ട് അതിന് മഹത്തായ അർത്ഥവും പ്രസക്തിയും കൽപ്പിച്ചു കൊടുത്ത് വലിയ ഭാവനാശക്തി, ധിഷണാശക്തി, പ്രഗത്ഭമതികളൊക്കെയാണ് അവരാണ് ഈ കവികൾ. അപ്പോൾ കവികൾക്കുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നേരെ വാ നേരെ പോ, സത്യം മര്യാദ ഇതവർ വിടില്ല. പലപ്പോഴും രാജാവിനോട് സംസാരിക്കുമ്പോൾ രാജാവ് ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ കൂടി പറയേണ്ടി വരും. ആരാ അത് പറയുക? നല്ല കവികളെ പറയുള്ളൂ. കാളിദാസൻ അതിൽ പേര് കേട്ടവനാ. ആരൊക്കെയാണ് കവികളെന്ന് പഴയ കാലത്ത്, കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഇത് സംസാരിക്കാറുണ്ട്. ധന്വന്തരി ക്ഷപണകോമര സിംഹ ശംഖു വേതാളഭട്ട ഘടകർപ്പര കാളിദാസ എന്നൊക്കെയാണ് പറയുക. എല്ലാറ്റിനും ഒരു ശ്ലോകമാണല്ലോ ഓർമ്മ വയ്ക്കാൻ. ധന്വന്തരി, ക്ഷപണകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, ഘടകർപ്പനൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി. അതിൽ ഏറ്റവും പ്രധാനി വരരുചി. അദ്ദേഹത്തിന് സർവജ്ഞൻ എന്ന് പറയുമത്രേ. ഒരു ദിവസം വിക്രമാദിത്യൻ ചോദിച്ചു, എന്ത്? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമോ ശ്ലോകമോ ഏതാണെന്ന്. ഇത് ആരോടെങ്കിലും ചോദിച്ചാൽ എന്തും മറുപടി പറയാം. ചോദിച്ചത് വരരുചിയോടാണ്. വരരുചിയും കേരളക്കാരുമായിട്ട്, മലയാളം സംസാരിക്കുന്ന മലയാളികളുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. പറച്ചിപെറ്റ പന്തീരുകുലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾക്ക് അതോട് വലിയ ബന്ധമുള്ളതാണ്. അടുത്ത കാലത്ത് എന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് മലബാർ ഭാഗത്ത് വിളിച്ചുകൊണ്ട് പോവുക. മലബാറല്ല, മലപ്പുറം ജില്ലയിൽ. അത് വരരുചിയോടുകൂടി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണത്. അങ്ങനെ ഐതിഹ്യങ്ങളൊക്കെ നമുക്കുണ്ട്.
ഞാൻ വല്ലവരുടെ കഥയല്ല പറയുന്നത്, വരരുചിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വരരുചിയോടെ വിക്രമാദിത്യൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? രാമായണത്തിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകമോ വാക്യമോ ഏതാണ്? വല്ലവരോടും ചോദിച്ചാൽ എന്തോ മറുപടി പറയാം. വരരുചിക്ക് മനസ്സ് സമ്മതിച്ചില്ല. രാമായണത്തിൽ അടി തൊട്ട് മുടി വരെ മധുരവും അർത്ഥഗംഭീരവുമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നിനെ തറപ്പിച്ച് പറയാനില്ല. അപ്പോൾ അദ്ദേഹം വലിയ വിഷണ്ണനായി. എന്തായാലും എനിക്കൊരു മറുപടി കിട്ടണം. 41 ദിവസം സമയം തരുന്നുണ്ട്. 41 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ച് എനിക്ക് മറുപടി പറയൂ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന്. കേട്ടു നിങ്ങൾ? സദസ്സിലേക്ക് വരണ്ടാന്ന്. ഇതിലധികം ഇനി ഒരു വിഷമമുണ്ടോ, ഒരു ഘട്ടമുണ്ടോ ആലോചിച്ചു. അദ്ദേഹം പലയിടത്തും പോയി. 40 ദിവസം കഴിഞ്ഞു. 41ാമത്തെ ദിവസം വരാൻ പോവുക. അപ്പോൾ വല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ഒരു കാട്ടിൽപ്പെട്ട് ഒരു ആലിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. ക്ഷീണം വന്നാൽ മനുഷ്യർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ദേശസഞ്ചാരം ചെയ്തോളൂ, നടന്നാൽ മതി, ഉറക്കം തന്നെ വരും. ഈ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ധാരാളം ഭക്ഷണം കഴിക്കും, ശരീരത്തിന് വേണ്ട എക്സസൈസും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ നടന്ന് ക്ഷീണിക്കട്ടെ. ഇനി ഉറക്കം വരാനുള്ളൊരു വഴി എന്താ? പുസ്തകം വായിക്കില്ല. ആർക്കൊക്കെ ഉറക്കം വരുന്നില്ലയോ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. അവസാനം കഴിഞ്ഞാൽ കണ്ണടച്ച്, അത് പിടിക്കാത്ത പുസ്തകം വായിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. പിടിക്കണതാവുമ്പോൾ രസത്തിൽ വായിച്ചു എന്ന് വരും. കണ്ണടഞ്ഞ് പോകുമ്പോൾ പുസ്തകം മടക്കി വെച്ചിട്ട് അങ്ങോട്ട് കിടക്കുക. ഇതൊരു വഴിയാണ്, പലരും പരിശീലിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങി രാത്രി ഏതാണ്ട് ഭാഗമൊക്കെ ഉറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ വനദേവതകൾ ആ ആലിലിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ആ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു കൂട്ടർ വന്നു. അവർ തമ്മിൽ വർത്തമാനം പറഞ്ഞ് ആലിൽ സ്ഥിരം വസിക്കുന്നവരെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾ അർജൻറ്റായിട്ട് ഒരു സ്ഥലത്ത് പോവുക. എവിടെയാ? ഒരു പറയി അല്ലെങ്കിൽ പറച്ചി പ്രസവിക്കാൻ പോവാണ്, അത് വേണ്ട ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അത്രേ, ഞങ്ങളുടെ കൂടെ വരുമോ? ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഒരു വിശിഷ്ടനായിരിക്കുന്ന ബ്രാഹ്മണൻ കിടന്നുറങ്ങണു. അദ്ദേഹം വലിയ ഒരു കവിയാണ്. ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞു, വനദേവതകളെ, ഞാൻ വല്ലാത്തൊരു ദുരിതത്തിലും പ്രതിസന്ധിയിലുമാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാണ്ട് പറ്റില്ല, നിങ്ങൾ പോയ വർത്തമാനം തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞു. അവിടെ പോയി പ്രസവമൊക്കെ കഴിഞ്ഞു. എന്താ പ്രസവം കഴിഞ്ഞു? എന്തു കുട്ടിയാ? പെൺകുട്ടിയാ. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോണത് ഒരു പറയുടെ അല്ലെങ്കിൽ പറച്ചിയുടെ അവിടെയാണ് പോയത്. പ്രസവിച്ച കുട്ടി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോണ ആളെ അവിടെ കിടന്ന് ഉറങ്ങണേ എന്ന് പറഞ്ഞു അത്രേ. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം എടിയിട്ടു. അപ്പോൾ ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോണത് ഈ പണ്ഡിതനെയാണ്. ആ പണ്ഡിതനെ എല്ലാം അറിയാം, പക്ഷേ വിഡ്ഢിയാന ഒരു കാര്യം അറിയില്ല. മാം വിദ്ധി എന്ന് പറയുന്നതാണ് രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട 2 വാക്ക്. മാം വിദ്ധി ജനകാത്മജാം. മാം വിദ്ധി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട 2 വാക്കെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു അത്രേ. അപ്പോഴേക്കും ഇദ്ദേഹം ഉറക്കം കഴിഞ്ഞ് ഒടുവിലത്തെ യാമത്തിൽ എണീറ്റ് കഴിഞ്ഞു. താൻ തേടിയത് കിട്ടി. മാം വിദ്ധി, ആ ശ്ലോകം. ഇതാരാ പറഞ്ഞത്? സുമിത്രയാണ്. എന്തിനാ ഞാനിത് നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ പാണ്ഡവന്മാരെ രക്ഷിക്കാൻ ഒരാളെ ഉണ്ടായുള്ളൂ. ആര്? ദ്രൗപദി. ആ ദ്രൗപദി എവിടം കൊണ്ടാണ് രക്ഷിച്ചത്? ബുദ്ധി കൊണ്ടാണ് രക്ഷിച്ചത്. ബുദ്ധി കൊണ്ടാണ് രക്ഷിച്ചത്. അതെങ്ങനെയാ? പ്രതിഗാമിയോട് ചോദിച്ചു, രാജാവിന് വേറെ ഒന്നും പണയം വയ്ക്കാൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. അദ്ദേഹം സഹോദരന്മാരെ പണയം വെച്ച് തോറ്റു, സ്വയം പണയം വെച്ച് തോറ്റു. അപ്പോഴാണ് നിങ്ങളവിടെ ബാക്കി നിൽക്കണു എന്ന് പറഞ്ഞ് പണയം വയ്ക്കാൻ പറഞ്ഞ് വെപ്പിച്ച് നിങ്ങളെയും നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ദ്രൗപദി തേടേണ്ടത് കിട്ടി, കൈ കിട്ടി. ആ ഒരൊറ്റ വാക്കിൽ പിടിച്ച് ആ ബുദ്ധിയുടെ സാമർഥ്യം കൊണ്ടാണ് ഈ സദസ്സിനെ മുഴുവനെയും ഭീഷ്മനെയും കൂടി നിസ്സഹായനാക്കിയത്. എനിക്ക് മറുപടി പറയാനില്ല എന്ന്. അതേപോലെ ഒരു സ്ത്രീയിൽ നിന്നാണ് ആ ബുദ്ധി സാമർഥ്യം ഉണ്ടായത്. രാമായണത്തിലെ കാര്യം എന്താ? ഏറ്റവും വിശേഷപ്പെട്ട വാക്ക് രാമായണത്തിലുള്ളത് മാം വിദ്ധി എന്ന് സുമിത്രയാ പറഞ്ഞത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത് യഥാസുഖം. ആ ആദ്യം പറഞ്ഞതാണ് രാമം ദശരഥം വിദ്ധി.
ലക്ഷ്മണ, നീ ജ്യേഷ്ഠൻ്റെ ധർമ്മപത്നി ജ്യേഷ്ഠത്തിയമ്മ രണ്ടാളോടും കൂടി പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയത്ത് ജനിച്ചവരാ. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ മൂപ്പളമ വളരെ കുറവാണെന്ന്. സീതയുണ്ട് ജനകപുത്രി. നിങ്ങൾ രണ്ടാളും കൂടി പോകുന്ന സമയത്ത് പല സന്ദർഭത്തിലും പല ചുറ്റുപാടിലും പലതും സംഭവിച്ചു എന്ന് വരാം. നീ തന്നെ സീതയുടെ കൂടെ ഇരിക്കേണ്ടി വരാം, രാമനില്ലാത്ത സമയങ്ങളുണ്ടാവാം. അങ്ങനെ എന്ത് തന്നെ വന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മ വയ്ക്കണം. രാമം ദശരഥം വിദ്ധി. ഇന്ന് മുതൽക്ക് രാമനാണ് നിനക്ക് ദശരഥൻ. ആ പറഞ്ഞ വാക്ക് എത്രത്തോളം സത്യമായി എന്നറിയോ? രാമൻ, ലക്ഷ്മണൻ, സീത 3 പേരും കൂടി സുമന്ത്രൻ തെളിക്കുന്ന തേരിൽ കയറിയിരുന്ന് ആ തേര് തെളിച്ചതോടുകൂടി ദശരഥൻ രാമാ രാമാ എന്ന് പറഞ്ഞ് പരണ്ടു വീണ് മരിച്ചു. അപ്പോൾ പിന്നെ ദശരഥൻ്റെ സ്ഥാനത്ത് അവിടെ ആരുണ്ട്? ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ. എന്തുമാത്രം പ്രസക്തമായിരുന്നു ആ വാക്ക്, രാമം ദശരഥം വിദ്ധി. ഇന്നു മുതൽക്ക് രാമൻ ജ്യേഷ്ഠൻ മാത്രമല്ല, ദശരഥൻ്റെ സ്ഥാനമാണ്. അപ്പം ദശരഥനായി കണക്കാക്കൂ രാമനെ. മാം വിദ്ധി ജനകാത്മജാം. ജനകപുത്രി ഉണ്ടല്ലോ, ആ ജനകപുത്രിയെ ജ്യേഷ്ഠത്തിയമ്മയായിട്ടല്ല അമ്മയായിട്ടാണ് കാണേണ്ടത്. മാം വിദ്ധി ജനകാത്മജാം. ജനകാത്മജയെ ഞാനായിട്ട് കാണൂ. അയോധ്യാമടവീം വിദ്ധി. ഇത്ര നാളും നിങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയാ? അയോധ്യ മഹാരാജധാനിയിലാണ്, സമ്പദ് സമൃദ്ധം. അവിടെ രത്നമുണ്ട്, സ്വർണമുണ്ട്, സർവ്വ സൗകര്യങ്ങളുമുണ്ട്, ആഡംബരപൂർണമാണ്. അത് കഴിഞ്ഞ് ഇനി പോകുന്നതോ മുള്ളും കല്ലും കാടും വള്ളിയും മുള്ളുമായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോണത്. ആ അടവി എന്ന് പറഞ്ഞാൽ കാട്. ആ കാടിനെ നീ എങ്ങനെ കണക്കാക്കണം എന്നറിയോ? അയോധ്യാമടവീം വിദ്ധി. ആ കാട് മുഴുവനും അയോധ്യയായിട്ട് കണക്കാക്കണം നീ. ഗച്ഛതാത യഥാസുഖം. ഈ 3 പരിഗണന വീക്ഷണത്തോടു കൂടി സന്തോഷമായിട്ട് പോകുന്നാ പറഞ്ഞത്. എന്താ ഈ സുമിത്ര പോന്ന് പറഞ്ഞതെന്നറിയില്ല, പോയി വരൂ എന്നാണ് നമ്മളൊക്കെ പറയുക നല്ല ഭാഷയിൽ. ഗച്ഛതാത യഥാസുഖം. ഇങ്ങോട്ട് വരുന്ന സമയത്ത് അയോധ്യയ്ക്കാണ് വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയും ആശയും ഉണ്ടാവുമല്ലോ, പോവാനാണല്ലോ വിഷമം. അപ്പോൾ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. എന്തിനാ ഞാനിത് പറഞ്ഞത്? സുമിത്രയുടെ വായിൽ നിന്നാണ് മാം വിദ്ധി എന്ന 2 വാക്ക് പുറത്തേക്ക് വന്നത്. ആ 2 വാക്കാണത്രേ 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതും തനിയെ തിളങ്ങുന്നതുമായ വാക്കുകൾ, സന്ദേശനിർഭരമായിട്ടുള്ളത്. ഇതിലേറെ ഒരു ഉപദേശം എന്താണ് കൊടുക്കാനുള്ളത്? 3 പേര് കൂടിയിട്ടാണ് പോണത്. രാമനെ അച്ഛനായിട്ട് കണ്ടോളൂ, സീതയെ അമ്മയായിട്ട് കണ്ടോളൂ, നീ ഒരു പുത്രനായി അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടിക്കോളൂ, ബാക്കി ഒരു ചിന്തയും ഉണ്ടാവരുത്. അപ്പം ഇതിന് 10 അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരർത്ഥവും കൂടി ഞാൻ പറയാം. എന്ത്? രാമം ദശരഥം വിദ്ധി. രാമനെ മഹാവിഷ്ണുവായിട്ട് കണക്കാക്കണം എന്ന്. ദശരഥൻ എന്നുള്ള വാക്ക് പരിശോധിച്ച് നോക്കിയാൽ അതിന് വിഷ്ണു എന്ന് സൂചിപ്പിക്കുന്ന ഒരർത്ഥമുണ്ട്. മാം വിദ്ധി ജനകാത്മജാം. ജനകൻ്റെ പുത്രിയെ ആരായിട്ട് കാണണം? മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എന്നർത്ഥമാണ്. ഇന്ദിര ലോകമാതാമ രമ മംഗളദേവത ഭാർഗവി ലോകജനനി ക്ഷീരസാഗര കന്യക. അമരകോശത്തിലുള്ളതാ, എപ്പോഴോ കേട്ടതാ ഞാനിത്. അപ്പം മഹാലക്ഷ്മിയുടെ പര്യായ ശബ്ദത്തിൽ പെട്ടതാണ് മാ എന്നൊരു വാക്ക്. അപ്പം മാം വിദ്ധി ജനകാത്മജാം. ജനകപുത്രി വാസ്തവത്തിൽ മഹാലക്ഷ്മിയാണ് കേട്ടോ. വെറുതെ ജനകപുത്രിയാണെന്ന് വിചാരിക്കരുത്, ഒരു വളർത്തുപുത്രിയാണ്. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച ജ്യേഷ്ഠപത്നിയാണെന്നല്ല, മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി അടുത്തുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പഞ്ഞവും ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം സൂചിപ്പിക്കുന്ന ആ മഹാലക്ഷ്മിയാണ് ഈ ജനകപുത്രി. അയോധ്യാം അടവീം വിദ്ധി. ഇനി എന്താ? രാമനും ലക്ഷ്മണനും നിങ്ങളങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ, രാമൻ പോയിക്കഴിഞ്ഞാൽ ഈ അയോധ്യ അടവിക്ക് തുല്യമാണ്, കാട്ടിന് തുല്യ. ഇത് ശൂന്യമായിട്ടാണ് കിടക്കാൻ പോണത്. നടന്നതെന്താ? ജ്യേഷ്ഠന് നിരാകരിക്കപ്പെട്ട അയോധ്യ എനിക്ക് വർജ്യമാണെന്നാ പറഞ്ഞ ആര്? ഭരതൻ. എന്നിട്ട് നന്ദിഗ്രാമത്തിൽ പോയിട്ടാണ് രാജ്യം ഭരിച്ചത്.
ഭരതൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ കണ്ടത് ഒരു സമ്പന്നമോ ധന്യമോ ആയിരിക്കുന്ന അയോധ്യയല്ല, ശോകമൂകം, ദുഃഖം തളം കെട്ടിക്കിടക്കുന്നു. ആ രാമൻ പോയതോടുകൂടി അവിടെ അപ്പടി മോശ. അപ്പം കാട് പോലെ, വലിയ വനം പോലെ ഒരൊറ്റ ആളുണ്ടാവില്ല, അതുപോലെ ഒരു സ്ഥലമായി തീർന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥമുണ്ടത്രേ. അതിലെല്ലാറ്റിലും വെച്ച് വിശേഷം എന്താ? ഇതാണ്. ഇങ്ങനെ ഒരു വിശേഷം പറയും. അപ്പോൾ ഇവിടെ വരരുചിയെ പറ്റി പറയുകയാണ്. അവിടെ കിടന്നുറങ്ങണു. മാം വിദ്ധി എന്നുള്ള 2 വാക്കുകളാണ് രാമായണത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കാത്ത ഒരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞപ്പോൾ അതും കേട്ടിട്ടാണ് ഉണർന്നത്. അദ്ദേഹം തേടി നടക്കണ വള്ളി കാലിൽ പിളഞ്ഞു എന്ന് പറഞ്ഞ മാതിരി കാര്യം കിട്ടി. രാജാവിൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു. എല്ലാം ഭംഗിയായി, സമ്മാനവും കിട്ടി. അപ്പം അവിടെയും രക്ഷിക്കാനുണ്ടായിരുന്നത് ആരാ? ആ സുമിത്രയാ. രാമായണം, മഹാഭാരതം എന്ന് പറയുന്ന 2 ഇതിഹാസങ്ങളാണ് നമുക്ക്. ആ ഇതിഹാസങ്ങളിൽ രാമായണത്തിൻ്റെ മഹത്വം, ആ 24,000 ശ്ലോകങ്ങളിലൂടെയാണല്ലോ എല്ലാ രംഗങ്ങളും കൃത്യങ്ങളും വിവരിക്കുന്നത്. സുന്ദരകാന്ഡം എന്ന് പറയുന്ന ഹനുമാന്റെ വൈഭവം വിവരിക്കുന്നതും കാവ്യത്തിലാണ്. അതിൽ മാം വിദ്യയാണ് ഏറ്റവും പ്രധാനം വിശേഷപ്പെട്ടത്. അത് സുമിത്രയുടെ മുഖത്തിൽ നിന്ന് വന്നതാണ്. ആ സ്ത്രീയുടെ ബുദ്ധി ആലോചിച്ച് നോക്കൂ, എന്താ ഉപദേശം കൊടുത്തതെന്ന്. ഇന്ന് ലോകത്തിലെ എല്ലാവർക്കുമുള്ള ഒരു ഉപദേശമാണ്, ശാശ്വതമായിട്ട്. സഹോദരന്മാരെവിടെയുണ്ടോ ആ സഹോദരന്മാരും സഹോദരപത്നിയും ഒരുമിച്ച് വാഴുന്ന സ്ഥലത്ത് അനുജന്മാർക്കെല്ലാവർക്കുമുള്ള ഒരു എന്നേക്കുമുള്ള ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിൻ്റെ കീഴിലാണ് അവർ 14 കൊല്ലം കഴിച്ചു കൂട്ടിയത്. രാമൻ പറയുണ്ടായി, സീത നഷ്ടപ്പെട്ടാൽ ഞാനിങ്ങനെ ദുഃഖിക്കില്ല എൻ്റെ ലക്ഷ്മണ, നീ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു അത്ര യുദ്ധക്കളത്തിൽ, പണക്കളത്തിൽ. അത്ര വിശേഷപ്പെട്ടതാ. അപ്പം അവിടെയും ആ സുമിത്രയുടെ ബുദ്ധിയും ആ വാക്കുമാണ് വളരെ പ്രധാനം. ഇവിടെയോ ദ്രൗപദിയുടെ. അപ്പൊ ധൃതരാഷ്ട്രൻ പറയുന്നതിന് വലിയ അർത്ഥമാണ്. യതോ ബുദ്ധിസ്തതശാന്തി പ്രശമം ഗച്ഛ ഭാരത. എവിടെ ബുദ്ധിയുണ്ടോ അവിടെ ശാന്തിയുള്ളൂ. ഈ ശാന്തിക്കൊക്കെ കാരണം എന്താ? വരരുചിക്ക് സമാധാനത്തിന് എന്തുണ്ടായി? സുമിത്ര പറഞ്ഞ വാക്കുകൾ പറയാൻ പറ്റാതെ വനദേവതകളാണ് പറഞ്ഞു കൊടുത്തത്. ഉത്തമ മനുഷ്യർക്ക് എവിടെ കഷ്ടപ്പാടുണ്ടോ എവിടുന്നെങ്കിലും വന്നു വീഴും, ഇടിമിന്നൽ പോലെയോ അല്ലെങ്കിൽ നിലാവ് പോലെയോ വന്നു വീഴും ഒരു നിർദ്ദേശം, ഒരു സജഷൻ. മനുഷ്യർ തോറ്റാൽ അവിടെ കാണാം ദൈവത്തിൻ്റെ ഇറക്കം, ദൈവത്തിൻ്റെ അവതാരം. എവിടെയാണെങ്കിലും അത് കാണും. പ്രേക്ഷാപൂർവം മയാദ്യൂതം ഇതമാസീതുപേക്ഷിതം മിത്രാണി ദ്രഷ്ടുകാമേന പുത്രാണാം ച ബലാബലം. ധൃതരാഷ്ട്രൻ പറയുക, യുധിഷ്ഠിര, എനിക്കൊരമളി പറ്റി. ആ അമളി വലിയൊരു അമളിയായിപ്പോയി. അതിങ്ങനെയൊക്കെ ഗൗരവമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രേക്ഷാപൂർവം മയാദ്യൂതം ഇതമാസീത് ഉപേക്ഷിതം. ഈ ചൂതുകളി ഞാൻ ആദ്യം വിലക്കിയതാ. ജൂതഗ്രഹം കെട്ടണ്ട, ചൂതിന് വിളിക്കണ്ടെന്ന്. പിന്നെയും പുത്രപാശം കൊണ്ട് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു പോയി. അത് കഴിഞ്ഞ് ചൂതിന് വിളിച്ചപ്പോൾ മിത്രാണി ദ്രഷ്ടുകാമേന പുത്രാണാം ച ബലാബലം. എൻ്റെ മനസ്സിലൊരു ഉപേക്ഷാബുദ്ധി ഉണ്ടായി. ഈ ചൂതുകളിയിൽ ഞാൻ വേണ്ടതുപോലെ താല്പര്യമെടുത്ത് ആദ്യമേ മുതൽക്ക് ഉറച്ച നിലപാടെടുത്ത് ഇത് തടുത്തു നിർത്തേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലൊരു പുത്രവാശം കൊണ്ട് എന്തുണ്ടായി? മിത്രാണി ദ്രഷ്ടുകാമേന. അനവധി ആൾക്കാർ ഇവിടെ വരുമല്ലോ, അവരെയൊക്കെ ഒന്ന് കാണണം, കണ്ണില്ലെങ്കിലും ചെവി കൊണ്ടെങ്കിലും കേട്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. പുത്രാണാം ച ബലാബലം. നമ്മുടെ പുത്രന്മാർക്കുള്ള ബലാബലങ്ങളും ഒന്ന് കണ്ടറിയണം, കേട്ടറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സമ്മതം മൂളി ഇതിൻ്റെ പിന്നാലെ പോയത്. ഇതിന് മുഴുവനും ദുര്യോധനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഹാരാജാവ് ഞാനാണല്ലോ, എൻ്റെ സമ്മതത്തോടു കൂടി ഇവിടെ എന്തും നടക്കൂ. അപ്പം ഞാനിതിന് സമ്മതിച്ചതിൻ്റെ പിന്നിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടായിരുന്നു. പുത്രപാശം, ബലാബലം അറിയണം. അനവധി ചാർച്ചക്കാരും ബന്ധുക്കാരും കേമന്മാരും ഒക്കെ വരും എന്ന് വിചാരിച്ച് അവരെ ഒന്ന് കാണാം, കേൾക്കാം, സംസാരിക്കാമെന്ന് വിചാരിച്ചു കൂടി എൻ്റെ മോഹം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അത് വലിയ തെറ്റായിപ്പോയി. എന്തായാലും സംഭവം നടന്നത് തിരിച്ചു വിളിക്കാനിപ്പോൾ പറ്റില്ല. അതുകൊണ്ട് യുധിഷ്ഠിര, എനിക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സൗഭാഗ്യമണിഞ്ഞ് ജീവിക്കണം, പോണം. ത്വയി ധർമ്മോ അർജുനേ ധൈര്യം ഭീമസേനേ പരാക്രമ ശ്രദ്ധാ ച ഗുരുശുശ്രൂഷ യമയോ പുരുഷാഗ്രയോ. നിങ്ങൾ 5 പേരാണല്ലോ. ആ 5 പേര് ഒരുമിച്ച് കയ്യിൻ്റെ 5 വിരൽ പോലെയാ. ത്വയി ധർമ്മ അർജുനേ ധൈര്യം. നിന്നിൽ ധർമ്മമാണ് എപ്പോഴും. ധർമ്മം വിടാതെ പിടിക്കാൻ, പിന്തുടരാൻ
അതിന് പ്രധാനി നീയാണ്. അപ്പൊ ധർമ്മം വിളയുന്നത് തന്നെ നിന്നിലാണെന്ന് പറയാം. അർജുനേ ധൈര്യം, അർജുനിലാണ് ധൈര്യം പരാക്രമമുള്ളത്. അല്ല, ധൈര്യം. ഭീമസേനേ പരാക്രമ, ഭീമസേനിലാണ് പരാക്രമം. ശ്രദ്ധാച ഗുരുശുശ്രൂഷ യമയോ പുരുഷാഗ്രയോ, നകുലനും സഹദേവനിലും ഗുരുഭക്തി, വളരെയധികം ശ്രദ്ധ. അങ്ങനെ ഈ 5 എണ്ണത്തോടു കൂടി നിങ്ങൾ ഭംഗിയായിട്ട് ജീവിക്കൂ. അജാതശത്രോ ഭദ്രം തേ ഖാണ്ഡവ പ്രസ്ഥമാവിശ ഭ്രാതൃഭിസ്തേസ്തു സൗഭ്രാത്രം ധർമ്മേ തേ ധീയതാം മനഃ. 2ാമത്തെ തവണയാണ് പറയണത് അജാതശത്രുവാണ് നീന്ന്. എന്താ ധൃതരാഷ്ട്രൻ ഇത് പറയാൻ കാരണം? ഈ ചൂതുകളിയും ഈ വസ്ത്രാക്ഷേപവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ധൃതരാഷ്ട്രന്റെ പുത്രന്മാരെ ആരെങ്കിലും മറക്കൂ? ദ്രൗപദി പ്രത്യേകിച്ചും. ഈ നടന്ന സംഭവം ആർക്കും മറക്കാൻ പറ്റില്ല. അപ്പൊ ആ ശത്രു എന്നുള്ള വിചാരം മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാൻ പോണില്ല. അതുകൊണ്ടാണ് 2 തവണ 3 തവണ വിളിച്ച് പറയണത് അജാതശത്രുവാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെ നീ ശത്രുവായിട്ട് വിചാരിക്കരുത്. അജാതശത്രോ ഭദ്രം തേ, നിനക്ക് ഭദ്രമുണ്ടാകട്ടെ. ഖാണ്ഡവ പ്രസ്ഥമാവിശ, ഇന്ദ്രപ്രസ്ഥം ഖാണ്ഡവപ്രസ്ഥത്തിന്റെ തലസ്ഥാനമാണ്. അപ്പൊ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കൂ. ഭ്രാതൃഭിസ്തേസ്തു സൗഭ്രാത്രം, സഹോദരന്മാരോടുകൂടി നിങ്ങൾക്ക് നല്ല സാഹോദര്യമുണ്ടാകട്ടെ. ധർമ്മേ തേ ധീയതാം മനഃ, ധർമ്മത്തിൽ അതിൽ നിന്ന് സ്വല്പമെങ്കിലും വ്യതിചലിക്കരുത് നിന്റെ ബുദ്ധി. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചൂതുകളിയെ ചൊല്ലിയോ മറ്റു കാര്യങ്ങളെ ചൊല്ലിയോ എൻ്റെ മക്കളെ ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കരുത്, പകരം വീട്ടാൻ പോകരുത് കേട്ടോ. ഭീമൻ 2 പ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കേട്ടാൽ ആർക്കാ ഇരിക്കപ്പുറതി ഉണ്ടാവുക? ഒരാളുടെ മനസ്സും സ്വസ്ഥമാവില്ല. ഇങ്ങനെ പറഞ്ഞ് യുധിഷ്ഠിരനും കൂട്ടരും പുറപ്പെട്ടു പോയി. ഇതിൽ നിന്ന് മഹാഭാരതം എന്ന് പറഞ്ഞാൽ യതോ ധർമ്മ തതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അതിങ്ങനെ കാറ്റിൽ പറന്ന് നടക്കുന്നതാണോ പക്ഷിയെ പോലെ? ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതും അനുസന്ധാനം ചെയ്യേണ്ടതും ആശ്രയിക്കേണ്ടതും മുറുകി പിടിക്കേണ്ടതുമായ ഒരു ജീവിതക്രമമാണ്. ആ ജീവിതക്രമം എവിടെയൊക്കെയാണ് അതിൻ്റെ ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ദ്രിയങ്ങൾ ആണല്ലോ ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നത്. അപ്പോൾ ഐന്ദ്രിയ തലത്തിൽ അതിനൊരു പ്രകടനമുണ്ട്, അതിനൊരു അഭിവ്യക്തിയുണ്ട്. വായ കൊണ്ടാണ് നമ്മൾ സംസാരിച്ച ആശയങ്ങൾ പ്രകടമാക്കുന്നത്. നമ്മുടെ വികാരങ്ങളും വിക്ഷോഭങ്ങളും ഭാവങ്ങളും എല്ലാം നല്ലതും ചീത്തയും പുറത്തു വരുന്നത് വാക്കുകളിലൂടെയാണ്. ആ വാക്കുകളെ തന്നെയാണ് നമ്മൾ എഴുതുന്നതും. അപ്പോൾ വായയുടെ ഒരു തലം, എഴുത്തിൻ്റെ ഒരു തലം. ഇനി ഇത് രണ്ടും കഴിഞ്ഞാൽ ദൃശ്യമേഖല കഴിഞ്ഞു. ഇനി മനസ്ഥലം ബുദ്ധിതലം എന്ന് 2 തലമാണ്. ഈ 4 തലത്തിലാണ് ധർമ്മത്തിൻ്റെ പ്രവാഹമോ ഗതിയോ അനുസരണമോ കാണുക. മനുഷ്യൻ്റെ അഭാവത്തിൽ ധർമ്മത്തിൻ്റെ ചോദ്യമില്ല. മനുഷ്യരാശി എവിടെയുണ്ട് അവിടെ ധർമ്മത്തിന് പ്രസക്തിയുള്ളൂ. മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം. ഓരോരുത്തർക്കും ഈ ധർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കാനോ അത് നിർവചിക്കാനോ സാധിച്ചു എന്ന് വരില്ല. അതാണ് മനുഷ്യരാശി എന്ന് പറയുന്നത്. മനുഷ്യർ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ നിറഞ്ഞ വൈവിധ്യമുണ്ടാവും. ആ വൈവിധ്യത്തിൻ്റെ ഇടയിൽ ചിലരൊക്കെ വൈദഗ്ധ്യവും കാണും. അവർ ഈ ചിന്തകന്മാരാവും, ആലോചിക്കുന്നവരാവും. അവരിതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടുപിടിച്ചിട്ടുള്ള ജീവിതമല്ല. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കി. ഞാൻ മുമ്പും പറയാറുണ്ട്. അതിൽ എത്ര പേരുണ്ടായിരുന്നു? കുറച്ച് ആൾക്കാരെ വിരലിലെണ്ണാവുന്നവർ. ആ ആൾക്കാരാണ് കോടാനുകോടി ഭാരത ജനതയ്ക്ക് ജീവിക്കാൻ വേണ്ട ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയത്. എല്ലാവരും കൂടി ഉണ്ടാക്കിയതല്ലല്ലോ. ഇന്നും നമ്മൾ തെരഞ്ഞെടുത്തിട്ടാണ് പാർലമെൻറ്റ് നിറയ്ക്കുന്നത്. പാർലമെൻറ്റിൽ എത്ര ആളുണ്ട്? 600-ൽ താഴെ ആൾക്കാരുണ്ടാവും. എന്നാൽ ഇവിടുത്തെ ജനങ്ങളോ 120 കോടി ജനങ്ങളാണ്. അപ്പം അവരാണ് നമുക്ക് വേണ്ട സർവ്വകാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അപ്പം ധർമ്മചിന്തകന്മാരായി ചിലരുണ്ടാവും. അവർ ധർമ്മത്തിൻ്റെ ഗതിയും വിഗതിയും എല്ലാം മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരും. ആ പറഞ്ഞു തന്നത് കേട്ടു നടക്കുക എന്നുള്ളതാണ് സമ്പ്രദായം. അപ്പം ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യരാശിയോട്, പ്രത്യേകിച്ചും മനുഷ്യൻ്റെ മനസ്സിനോടും ബുദ്ധിയോടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിത സിദ്ധാന്തമോ സംഹിതയോ ആണ്. അതിൽ കാലോചിതമായി പലതരം മാറ്റങ്ങളും വരാം.
എന്നാൽ ആ ധർമ്മത്തിൻ്റെ സ്ഥായിയായ ഭാവം ഒരിക്കലും പോവില്ല. അതിനുള്ള നിർവചനങ്ങളൊക്കെ നമുക്കുണ്ട്. ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത് എന്ന് പറയാറുണ്ട്. ധർമ്മത്തിൻ്റെ ചുരുക്കം, രത്നചുരുക്കം. തനിക്ക് പ്രതികൂലമോ വേദനാജനകമോ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് നാം പ്രയോഗിക്കരുത്, മറ്റൊരാളിൽ പ്രയോഗിക്കരുതെന്ന്. ഇതാണ് ധർമ്മത്തിൻ്റെ ശരിയായ ഒരു നിർവചനം. ധർമ്മത്തിന് ഈ പെരുമാറ്റ സംഹിത എന്നതിൽ കവിഞ്ഞ് നമ്മുടെ വ്യക്തിത്വത്തിൽ പൂഴ്ന്ന് ചികഞ്ഞിറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആത്മതലം പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മെ രക്ഷിക്കാനും സന്തോഷിപ്പിക്കാനും സാഫല്യമരുളാനും സാധിക്കും. പരീക്ഷിത്ത് മഹാരാജാവിന് 7-ാം ദിവസം പാമ്പ് കടിച്ച് മരിക്കും എന്നൊരു ശാപം കിട്ടിയപ്പോൾ ആ മഹാരാജാവിന് ശപിച്ചപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ഞാൻ പ്രായോപവേശമെടുക്കാം എന്ന് തീരുമാനിച്ചു. അതെടുത്തതോടുകൂടി മഹർഷിമാരും തപസ്വികളും വിദ്വാൻമാരും എല്ലാവരും അവിടെ വന്നു രാജാവിനെ അഭിനന്ദിക്കാൻ. അപ്പം പറഞ്ഞു അദ്ദേഹം, എനിക്ക് തോരാതെ ഭഗവത് കഥകൾ, തത്വകഥനം അത് കേൾപ്പിക്കണമെന്ന്. അങ്ങനെ ആയപ്പോൾ പെട്ടെന്ന് പ്രോവിഡൻസ് ദൈവം തന്നെ കൊണ്ടുകൊടുത്തു ഒരു ശുകമഹർഷിയെ. അങ്ങനെ 6 ദിവസം കേട്ട 7-ാം ദിവസം തക്ഷകൻ വരുമ്പോഴേക്കും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുക്തനായി, ജീവൻ മുക്തനായിട്ടാണ് പരീക്ഷിത്ത് പോയത്. അപ്പം നമ്മുടെ ധർമ്മത്തിന് ഉള്ളിൽ പൂഴ്ന്നു ചെന്ന് ചികഞ്ഞിറങ്ങി അതിൽ നിന്നുള്ള അനശ്വരത്വം, ഒരു പരമശോഭയുണ്ട്, ഒന്നും ബാധിക്കാത്ത ശോഭ, അത് കടഞ്ഞെടുക്കാനും ഈ ധർമ്മത്തിന് സാധിക്കും. അത് വെറും പെരുമാറ്റ സംഹിതയല്ല, ജീവിത സാഫല്യത്തിനുള്ള വഴിയാണ്. ആ ധർമ്മം ചിലരെയൊക്കെ ചില തരത്തിൽ പ്രേരിപ്പിക്കും. ആ പ്രേരണ എവിടത്തോളം എന്നൊന്നും പറയാൻ പറ്റില്ല. സത്യം പറയുന്നവർ 90% പറയുന്നവരുണ്ട്, 60% പറയുന്നവരുണ്ട്, 20% പറയൂ എന്നുള്ളവരുണ്ട്. കൂടുതൽ അസത്യവും കുറച്ച് സത്യവുമായിരിക്കാം. വീട്ടുകാരോട് സത്യം പറയും, പുറത്ത് അസത്യം പറയും. പുറത്ത് സത്യം പറയും, വീട്ടുകാരോട് കുറച്ചൊക്കെ നുണ പറയും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ ആരാർക്ക് എന്തെല്ലാം പ്രേരണയുണ്ടോ ആ പ്രേരണയെ വിട്ടുകളയാൻ ആരും തയ്യാറാവില്ല. കള്ളന് കളവിനുള്ളതാണ് പ്രവണത. എന്ത് പറഞ്ഞാലും എത്ര ജയിലിലിട്ടാലും അയാളത് വിട്ടുവെന്ന് വരില്ല. നല്ലവരോ എന്ത് ചെയ്താലും ഒട്ട് കക്കൂല. ഇത് രണ്ടും ഒരേ മനുഷ്യ മനസ്സ് തൊടുത്തു വിടുന്നതാണ്. ഒരേ ലോകത്തിൽ പ്രസരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാബല്യത്തിലുമുള്ളതുമാണ്. ഇപ്പം യുധിഷ്ഠിരനും കൂട്ടരും എന്താ? അവർക്ക് ധർമ്മം, സത്യം, മാനം, മര്യാദ, സഹനശീലം, സാഹോദര്യം, ഉദാരഭാവം, സഹിഷ്ണുത, ഇതൊക്കെയാണ് അവരുടെ വ്രതം. അതിൻ്റെ മൂർധന്യം മകുട ചൂടാമണി ആര്? ധർമ്മപുത്രൻ എന്ന് പറയുന്ന യുധിഷ്ഠിരൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 4 ആൾക്കാരെ ചെറുവിരൽ അവർ പൊക്കില്ല. ജ്യേഷ്ഠൻ എന്തു പറഞ്ഞോ അത് ശരി. ആ ജ്യേഷ്ഠന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. അവരൊക്കെ പ്രത്യേകം കല്യാണം കഴിച്ചിട്ടുണ്ട്, പ്രത്യേകം കുട്ടികളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ശരി, ജ്യേഷ്ഠൻ പറഞ്ഞാൽ അത് ഞങ്ങൾ അങ്ങോട്ട് സമ്മതിക്കും. പ്രത്യേകിച്ചും ഭരണകാര്യത്തിൽ, രാജകാര്യത്തിൽ. അങ്ങനെ 5 പേരെയാണ് വേദവ്യാസ മഹർഷി നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവരുടെ എതിരെയോ 100 പേരപ്പുറത്തും. മാത്രമല്ല, ഈ യുധിഷ്ഠിരന് മീതെയുള്ള ഒരു മഹാരാജാവുണ്ട്, ധൃതരാഷ്ട്ര മഹാരാജാവ്. ആ മഹാരാജാവും ഉണ്ട് അവിടെ. അവരെല്ലാവരും ഒരൊറ്റ കെട്ടാണ്. ആ ഒരൊറ്റ കെട്ടിൽ എത്രയെല്ലാം ഈ അധർമ്മം മൂക്കാം, പൊട്ടിത്തെറിക്കാം, ഏതുവരെ എത്തിച്ചേരാം, ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവിടെ. ധർമ്മക്കാരോ അവർ വിടൂല. അപ്പം നല്ലവർക്ക് നല്ലതിനെ വിടാൻ പറ്റില്ല, പൊട്ട മനുഷ്യർക്കോ പൊട്ടയും വിടാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള സംഘട്ടനം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും. ശ്രീരാമൻ 13 കൊല്ലം വനവാസം കഴിഞ്ഞ് 14-ാമത്തെ കൊല്ലം കുറേ തപസ് ചെയ്ത് ആ തപസ്സിൻ്റെ പ്രഭാവത്തോടു കൂടി മടങ്ങി പോവാം എന്ന് വിചാരിച്ച് എവിടെയാണ് ഒരു കുടീരം വെച്ച് കൂടേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് മഹർഷിമാർ ജനസ്ഥാനത്ത് എന്ന് പറഞ്ഞത്. ജനസ്ഥാനത്ത് ചെന്ന് കുടീരം വെച്ചപ്പോൾ താമസിയാതെ ഖരദൂഷണ ത്രിശിരസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. രാവണൻ്റെ സേനാനികൾ 14,000 പടയാളികളോടുകൂടി വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം മഹർഷിമാരുടെ ഗൂഢമായ ഉദ്ദേശം, ശ്രീരാമൻ ഒരു സത്യധർമ്മ പുരുഷനാണ്, രാവണൻ്റെ ആൾക്കാരോ അസത്യവും അധർമ്മവുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു സംഘട്ടനം കൂടാതെ കഴിയില്ല. ആ സംഘട്ടനത്തിൽ രാമൻ്റെ സത്യപ്രഭാവം ഈ 14,000 പേരെയും നശിപ്പിക്കും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയിട്ടാണ് അവർ അല്പം ചതിയും കൂടി പ്രയോഗിച്ച് ജനസ്ഥാനമാണ് ഏറ്റവും നല്ല സ്ഥലം കുടീരത്തിന് എന്ന് പറഞ്ഞത്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? രാമൻ 14-ാം കൊല്ലം അവിടെ ചെന്ന് താമസിച്ച് സമാധാനമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ
അത് കെടുത്താൻ ഒരു വകുപ്പ് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്നാണ് പിന്നെ സീതയുടെ അപഹരണം. അപ്പം ലോകത്തിൽ എന്നും ഇത് രണ്ടും കൂടിയിട്ടുള്ള സംഘട്ടനം കൂടാതെ കഴിയില്ല. സംഘട്ടനമല്ലാതെ എടുത്തു നോക്കൂ. ഗതി ഗമനം എന്നൊരു ഭാവം വേണമെങ്കിൽ അതിനെ തടുക്കുന്ന ഫ്രിക്ഷൻ, ഒരു എതിർപ്പ്, ഒരു ഒരസൽ പുറത്തു വേണം. ആക്ഷൻ, ഓപ്പോസിറ്റ് ആക്ഷൻ. എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഒരു പ്രതിഗതിയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് കൂടാതെ കഴിയില്ല. എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞത്? ധൃതരാഷ്ട്രൻ ദ്രൗപദിയെ മോചിപ്പിച്ചു, വരം കൊടുത്തു, യുധിഷ്ഠിരനെ അഭിനന്ദിച്ചു. നിങ്ങൾ രണ്ടാളും പോയി നല്ലോണം വാഴൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചു. അവർ അനുഗ്രഹത്തോടു കൂടി സമാധാനത്തോടു കൂടി യുധിഷ്ഠിരന് ഒരു തരത്തിലും ഒരു കറയും കുറയും ഒന്നും മനസ്സിൽ തോന്നില്ല. ഇതൊക്കെ കളി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ട് എല്ലാവരും കൂടി പുറപ്പെട്ട് കുറേ ദൂരം ചെല്ലുമ്പോഴേക്കുമാണ് പ്രകൃതം മാറിയത്. യുധിഷ്ഠിരനും കൂട്ടരും രാജധാനിയിൽ നിന്ന് പുറത്തങ്ങോട്ട് കടന്നു പോയി എന്ന് കണ്ടപ്പോൾ ദുര്യോധനന് വലിയ ഒരു കോളിളക്കം. അയ്യോ, പറ്റിച്ചു അപ്പാ. അവർ പുറത്തു പോയതും കത്തുന്ന തീയിൽ എണ്ണയൊഴിച്ച മാതിരിയായി ദുര്യോധനൻ്റെ മനസ്സ്. നമ്മളവരുടെ മുതലെല്ലാം തട്ടിയെടുത്തു, അവരെയും തട്ടിയെടുത്തു, ദ്രൗപദിയെയും തട്ടിയെടുത്തു. ആ ദ്രൗപദിയാണ് അവർക്ക് എപ്പോഴും ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ള ആൾ. ആ ദ്രൗപദി ഇല്ലെങ്കിൽ അവർക്കൊന്നും സാധിക്കില്ല. ആ ദ്രൗപദിയെപ്പോലും നമുക്ക് ദാസിയായിട്ട് കിട്ടി, രാജ്യം മുഴുവനും കിട്ടി. ഞാൻ എല്ലാറ്റിൻ്റെയും അധിപനായിരുന്നു. ഇതൊക്കെ കളി കൊണ്ടേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. കാര്യത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. 100 പേരോ 10,000 പേരോ നമ്മുടെ പക്ഷത്തിൽ ഉണ്ടായിക്കോട്ടെ, സാധിക്കില്ല. കളിയിലെങ്കിലും തട്ടിയെടുത്തുല്ലോ. ആ തട്ടിയെടുത്തത് മുഴുവനും അച്ഛൻ കളഞ്ഞില്ലേ? അയ്യോ അയ്യോ, ഇങ്ങനെ ഒരു അവസരം ഇനി ജീവിതത്തിൽ എനിക്ക് എങ്ങനെയാണ് കിട്ടുക? അവരൊക്കെ എൻ്റെ ചൊൽപ്പടിക്ക് മണ്ണ് കപ്പിയിരിക്കുന്നവരാ. ഇങ്ങനെ ഒരു സ്ഥിതി കിട്ടിയത് വെറുതെ പോയല്ലോ. നമ്മുടെ അവസരം പാഴായല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുക? അവരെ കാര്യത്തിൽ നമുക്ക് നേരിടാൻ പറ്റില്ല. അതുകൊണ്ടൊരൊറ്റ വഴിയേ ഉള്ളൂ, അവരെ രണ്ടാമതും ചൂതിന് വിളിക്കുക. കേൾക്കണുണ്ടോ നിങ്ങൾ? രണ്ടാമതും ചൂതിന് വിളിക്കുകയാണ്. പോയവരെ 1/2 കിലോമീറ്റർ നടന്നിട്ടില്ല, അപ്പോഴേക്കാണ് ഈ സ്ഥിതി. ധൃതരാഷ്ട്ര മഹാരാജാവോട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ, ഇത് പാടില്ല, നിങ്ങൾ ഒരിക്കലും വൈരം പാടില്ല. ഞാൻ ഇവിടെ കണ്ട ഗ്രഹപ്പഴയൊക്കെ നടത്തി, അവസാനം നിങ്ങൾ അറിഞ്ഞില്ലേ? കഴുകൻ വന്ന് പറന്നു തുടങ്ങിയില്ലേ? കുറുക്കന്മാർ ഓരിയിട്ടില്ലേ? കഴുതകൾ കരഞ്ഞില്ലേ? എന്തൊക്കെയാണ് ഇവിടെ ദുശ്ശകനങ്ങൾ ഉണ്ടായത്? നമുക്ക് നമ്മുടെ രാജധാനിക്ക് തന്നെ ഒരു പക്ഷേ കൊടും തീ പിടിപെട്ടേനെ. ആ ദുശ്ശകനങ്ങളുടെ ശക്തി അത്രയ്ക്കാണ്. അത് കണ്ടപ്പോഴല്ലേ ഞാൻ അവരെ വിളിച്ചത്, ദ്രൗപദിയെ അഭിനന്ദിച്ച് യുധിഷ്ഠിരനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചത്. ഇനി അതൊക്കെ പഴങ്കഥയാ, മറക്കൂ. നിങ്ങൾ സന്തോഷത്തോടു കൂടിയിരിക്കൂ. വൈരം കളയൂ, എന്നോടിത് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ പതിവ് പോലെയുള്ള പിടിവാശി. അച്ഛൻ ഒരിക്കലും ഞാൻ നന്നായിരിക്കണം എന്നുള്ള വിചാരമില്ല. അച്ഛന് കണ്ണ് കാണാത്തത് കൊണ്ട് എൻ്റെ ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖം കാണാൻ പറ്റാത്തതാണ്. എനിക്ക് എന്തുമാത്രം ദുഃഖമുണ്ടെന്നറിയാമോ? എൻ്റെ മനസ്സ് എങ്ങനെയാണ് കത്തി ജ്വലിക്കണതെന്നറിയാമോ? എനിക്ക് ഉറക്കമില്ല. ഞാൻ കഷ്ടപ്പെട്ട് കാത്തിരുന്നാണ് അമ്മാമൻ്റെ കൂട്ടുപിടിച്ച് അവരെ കളിക്ക് വിളിച്ച് ആ കളിയിൽ തോൽപ്പിച്ച് സർവ്വതും തട്ടിയെടുത്തത്. അത് മുഴുവനും അച്ഛൻ തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ നന്നാവണത് അച്ഛന് ഇഷ്ടമില്ല. ഇതങ്ങോട്ട് പറയുമ്പോൾ ആ പിതൃമനസ്സ് അങ്ങോട്ട് ഉരുകുക, വെണ്ണ ഉരുകണ മാതിരി. ഇങ്ങനെ എത്രയോ ഉരുക്കം കഴിഞ്ഞു, ഇനിയും കഴിയാൻ പോകുന്നുണ്ട്. ഒരിക്കൽ കൂടി ഉരുകി. എന്നാൽ അവർ രണ്ടാമത് വിളിച്ചോളൂ, മനസ്സോടുകൂടി ഞാനിതാ സമ്മതിക്കണമെന്നായി ധൃതരാഷ്ട്രൻ. വിളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു കാര്യം, ഇനി സാധനങ്ങളും സാമഗ്രികളും വ്യക്തികളും ഒന്നും പന്തയം വയ്ക്കാൻ പോകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. തോറ്റവർ 12 കൊല്ലം വനവാസം, അത് കഴിഞ്ഞാൽ 1 കൊല്ലം അജ്ഞാതവാസം. അജ്ഞാതവാസം എന്ന് പറഞ്ഞാലോ, അവരാരും അറിയാതെ വിശാലമായ ഈ ഭാരതഭൂമിയിൽ എങ്ങെങ്കിലും ചെന്ന് താമസിക്കണം. ഇത് നടക്കുന്നത് എവിടെയാണ്? ഹസ്തിനപുരത്തിലാണ്. ഇന്ദ്രപ്രസ്ഥവുമാണ് ഇത് 2 അത് ഹസ്തിനപുരം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ, ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഡൽഹിക്ക് വളരെ അടുത്താണ്, 100 കിലോമീറ്റർ ദൂരത്താണ്. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അത് വിട്ടും ഭാരതത്തിൽ സമുദ്രം തട്ടി നിൽക്കുന്ന ഭൂമിയുണ്ടല്ലോ, ഹിമാലയം മുതൽക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി സ്വരാജ്യം വിട്ട് അവർ വേഷം മാറി താമസിച്ചോട്ടെ.
ആ താമസിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെത്താൻ തീവ്ര പരിശ്രമം നടത്തും. കണ്ടെത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കണ്ടെത്തി കഴിഞ്ഞാലോ ആദ്യ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും വനവാസത്തിൽ തന്നെ പിടിച്ചു നിർത്താം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു പന്തയം നിശ്ചയിച്ചു. യുധിഷ്ഠിരനെ ചെന്ന് വിളിച്ചപ്പോൾ അയ്യോ ഇനി രണ്ടാമത് വരെ ഇതെന്താ, അത് ഒരിക്കൽ കഴിഞ്ഞതല്ലേ? അല്ല, വേറെ പന്തയം മാറ്റി വയ്ക്കാൻ പോവാണ്, വന്നാൽ കൊള്ളാം. അപ്പോൾ ഈ യുധിഷ്ഠിരനെ എങ്ങനെയാ, രാജാവാ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ വരില്ല എന്ന് പറഞ്ഞാൽ ഒരു അപമാനമായി, അഭിമാനക്ഷതമായി. അപ്പം രാജധർമ്മം അനുസരിച്ച് വിളിച്ചാൽ വരില്ല എന്ന് പറയില്ല. പിന്നെ ഈ വിളിക്കുന്നത് ആരാ? നമ്മുടെ സഹോദരന്മാർ കൂടി കളിക്കാറില്ലേ? കാശ് വയ്ക്കാതെ ഷീട്ടൊക്കെ കളിക്കാറില്ലേ? ചതുരംഗവും കൂടി കളിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അതുമാതിരി വിളിച്ചാൽ വരാൻ്റെ പറ്റില്ല എന്ന് പറഞ്ഞ് പോവാൻ പുറപ്പെട്ടു. ഇത് ശരിയല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ രണ്ടാമതും കളിക്കാൻ വന്നു. ആരാ? ശകുനി. കളിച്ചു, എറിയണതൊക്കെ തോൽവിയാണ്. അങ്ങനെ തോറ്റ് തുന്നം പാടി ഇവരെല്ലാവരും വനത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തേക്ക് പോകാൻ അനുഗ്രഹിച്ചയച്ച ആ യുധിഷ്ഠിരനും പാർട്ടിയും 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും വനത്തിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ, പ്രേക്ഷകരെ? നിങ്ങളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, എറുമ്പിന് ഇറക്കാരി വെള്ളം സമുദ്രം, ഇതാണ് നിങ്ങളുടെ സമ്പ്രദായം. നിങ്ങൾക്കൊരിത്തിരി ബുദ്ധിമുട്ട് വന്നാൽ അത് സമുദ്രമായി. എത്രയാ? ഒന്നും ഉണ്ടാവില്ല. ഒരു കപ്പിൽ ഒതുക്കാനുള്ള വെള്ളമേ ഉള്ളൂ. അതിനെ കണ്ടിട്ട് ദാ സമുദ്രം സമുദ്രം എന്ന് പറയുക നിങ്ങൾ. ഇവരുടെ ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭാരത മനസ്സിൻ്റെ പ്രഭാവം ഒരു ഭാഗത്ത്, മനസ്സിൻ്റെ പ്രദുഷ്ടത വേറൊരു ഭാഗത്ത്. ആ പ്രദുഷ്ടതയെ അഭിമുഖീകരിക്കുമ്പോൾ ഈ പ്രഭാവമുള്ള മനസ്സിന് എത്ര കണ്ട് പടി കയറി അതിന് പോകേണ്ടി വരുന്നു. മനസ്സിനുള്ള ഗുണം സഹനശക്തിയാണ്. മനസ്സിനുള്ള ഗുണമഹിമ ഉദാരബുദ്ധിയാണ്. മനസ്സിനുള്ള ഗുണമഹിമ സത്യസൗന്ദര്യമാണ്. മനസ്സിലാക്കിക്കോളൂ. ഇവരിങ്ങനെ വിളിക്കുമ്പോഴല്ലേ യുധിഷ്ഠിരൻ്റെയും കൂട്ടരുടെയും മഹിമ കൂടുതൽ 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 മിന്നുള്ളൂ. നിങ്ങളുടെ മുഖം പ്രസന്നമാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളല്ലാത്തൊരു കണ്ണാടി അവിടെ വേണം. അതുപോലെ യുധിഷ്ഠിരനും കൂട്ടരും അല്ലാത്ത ദുര്യോധന പക്ഷക്കാരവിടെ ഉള്ളപ്പോഴാണ് യുധിഷ്ഠിരൻ്റെ മനസ്സിൻ്റെ മാനവും മഹിമയും പ്രാഗൽഭ്യവും നമുക്ക് മനസ്സിലാവുന്നത്. 1 മിനിറ്റ് കണ്ണടച്ച് ആലോചിക്കൂ നിങ്ങൾ. എന്ത്? നമ്മളാണ് ഇങ്ങനെ ആദ്യത്തെ കളിയിൽ തോറ്റ് ദാസ്യം കൈവന്ന് അതിൽ നിന്നെല്ലാം വിടിവിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവ് അനുജ്ഞ നൽകി വരം കൊടുത്ത് എല്ലാവരെയും മോചിപ്പിച്ചയച്ചു. പോകുന്ന വഴിക്ക് രണ്ടാമത് വിളിച്ചാൽ പറയും. നിങ്ങൾ വരുമോ പോവോ എന്നുള്ളതാ ചോദ്യം. നിങ്ങളോട് പറയണു വേദവ്യാസ മഹർഷി, വരും. വരാനുള്ള മനസ്സുണ്ടവിടെ. ഭാരതം പ്രസവിച്ചിട്ടുള്ള വ്യക്തികളുടെ ഉള്ളിൽ അങ്ങനെ അങ്ങേ അറ്റം മിന്നിത്തിളങ്ങുന്നതായ ധാർമ്മിക മനസ്സുണ്ട്. എന്താ വരില്ല എന്ന് പറയാൻ കാരണം? ഇനിയും രണ്ടാമതും പോയി കളിച്ചാൽ തോൽക്കും. എന്നിട്ട് എന്തോ നമുക്ക് വരാം. ഒരിക്കൽ തോറ്റിൻ്റെ ഭവിഷ്യത്തൊക്കെ കണ്ടു. രണ്ടാമതും അതിന് തയ്യാറാവില്ല. തോൽക്കും, ഭവിഷ്യത്തുണ്ടാവും. ഉണ്ടെങ്കിൽ എന്താ? ആദ്യം അനുഭവിച്ചു, രണ്ടാമതും അനുഭവിച്ചൂടെ? ആ വ്യക്തികളുടെ വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാൾക്ക് ദേഹബലം, ഒരാൾക്ക് ദൃശ്യബലം, ഒരാൾക്ക് ഈ പുറത്ത് കാണുന്ന വസ്തുക്കളാണ് ആശ്രയം. മറ്റൊരു കൂട്ടർക്കോ മനസ്സാണ് ബലം, ബുദ്ധിയാണ് ബലം, അന്തരാത്മാവാണ് ബലവും ആശ്രയവും. അതിസൂക്ഷ്മമായിരിക്കുന്ന അന്തരാത്മാവ് ഒരു ഭാഗത്ത്, അതിസ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചം മറുഭാഗത്ത്. ഇത് രണ്ടും കൂടിയ കൊടിയ യുദ്ധം അല്ലെങ്കിൽ മത്സരമാണ് മനുഷ്യജീവിതം.